കരിമെങ്കിലും എല്ലാവരെയും 30-35 വയസ്സ് കഴിയുമ്പോൾ മുഖത്ത് വരുന്ന ഒരു ഇതാണ്. അതിന് വേണ്ടിയിട്ടൊരു മരുന്നായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ടൊമാറ്റോ പേസ്റ്റ് മാതിരി അരയ്ക്കുക. പിന്നെ ഒരു നുള്ളു പഞ്ചസാര. പിന്നെ വേണ്ടത് നമുക്ക് കോൾഗേറ്റാണ്. പേസ്റ്റ് ഇടാൻ പാടില്ല, കോൾഗേറ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഗ്ലിസറിൻ ആണെങ്കിലും യൂസ് ചെയ്യുക. ഗ്ലിസറിനാണ് നമുക്ക് ആവശ്യമുള്ളത്. എല്ലാ വീടിൻ്റെ കിച്ചണിലും ഗ്ലിസറിൻ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഇത് മൂന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. എന്താണ് ഇതിലുള്ളത്? 4 ഐറ്റം ഉണ്ട്. പഞ്ചസാര, ഗ്ലിസറിൻ, പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്. ഇത് 4ഉം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് 4ഉം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് 35 വയസ്സിന് ശേഷം എല്ലാവർക്കും മുഖത്തൊരു കരിമെങ്കിലും കൊണ്ട് വരും. അത് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അത് 10 ദിവസം നിങ്ങൾ യൂസ് ചെയ്യണം. 10 ഡേയ്സ്. ഒരു 5 ദിവസം 5 ഡേയ്സ് യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് എല്ലാം അറിയാൻ കഴിയും. നോക്കൂ, എല്ലാവരും ഇതുമാതിരി സോഫ്റ്റായിട്ട് തന്നെ, നമ്മൾ ഒത്തിരി ഇതായിട്ട് തേക്കാൻ പാടില്ല. മുഖമാണല്ലോ, മുഖത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഴുത്ത് വരെ നമുക്കിത് തേക്കാം. കരിമെങ്കിലുള്ള സ്ഥലത്ത് മാത്രം തേക്കണമെന്നില്ല. നമ്മുടെ മുഖത്ത് കഴുത്ത് വരെ ഇത് നീറ്റായിട്ട് ഇങ്ങനെ തേച്ച് വിട്ടിട്ട് 1 മണിക്കൂറിന് ശേഷം ഇതെല്ലാവരും കഴുകിക്കളയുക. അത് കഴുകിക്കളയുമ്പോൾ കുറച്ച് കൂളായിട്ടുള്ള വെള്ളം, തണുത്ത വെള്ളം, ചൂടുവെള്ളം ഹീറ്റ് വാട്ടറിൽ ചെയ്യാൻ പാടില്ല. തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അങ്ങനെ 10 ഡേയ്സ് നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഫുള്ളായിട്ടുള്ള കരിമെങ്കിൽ മാറിക്കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ട് അതൊരു 10 ഡേയ്സ്. ഇത് 20 ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട്, നല്ലൊരു റിസൾട്ടാണ് വരിക. ഇത് 10 ഡേയ്സിലേ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.